OET സ്പീക്കിങ്ങിൽ ഇഡിയംസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കോർ നല്ല രീതിയിൽ എലവേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇഡിയംസ് പരിചയപ്പെടാം. അതുപോലെ തന്നെ അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇഡിയം ഈസ് റൂൾ ഓഫ് തം. റൂൾ ഓഫ് തം എന്ന് പറയുന്നത് നമ്മൾ ഒരു ജനറൽ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ജനറൽ റൂൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പല സാഹചര്യത്തിലും ഫോളോ ചെയ്യുന്നത്, അതിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. OET സ്പീക്കിങ്ങിലോട്ട് വരാൻ നേരത്ത് നമ്മൾ പേഷ്യന് അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമല്ലോ. മേ ബി ഡയറ്റ് റിലേറ്റഡ് ആയിരിക്കാം, മെഡിക്കേഷൻ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് സംബന്ധിച്ചായിരിക്കാം. സോ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇഡിയം വളരെ എളുപ്പത്തിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യന് ഡയറ്റ് റിലേറ്റഡ് അഡ്വൈസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, മിസ്റ്റർ മാർട്ടിൻ, as a rule of thumb, it is better if you fill half of your plate with vegetables, a quarter with protein, and rest of the plate with whole grain. That will be a really good diet for you. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തത്, ഒരു സർജറിക്ക് ശേഷം നമ്മൾ ഒരു പേഷ്യനെ ചെന്ന് കാണുകയാണ്. അദ്ദേഹത്തിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ റെസ്ട്രിക്ഷനെ സംബന്ധിച്ച് പറയാമെന്ന് വിചാരിക്കുക. എങ്ങനെ നമുക്ക് ചെയ്യാം? ആസ് എ റൂൾ ഓഫ് തം, മിസ്റ്റർ മാർട്ടിൻ, it is advisable for you to avoid any form of physical activities for at least 6 weeks for a proper recovery. ഇങ്ങനെ പറയാം. ഇനി മെഡിക്കേഷൻ റിമൈൻഡർ, അതായത് മെഡിക്കേഷൻ എടുക്കുന്നതിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. ആസ് എ റൂൾ ഓഫ് തം, ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് മെഡിക്കേഷൻ ദ സെയിം ടൈം എവറി ഡേ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫോർഗെറ്റിംഗ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണിത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇഡിയം പരിചയപ്പെടാം. അവർ സെക്കൻഡ് ഇഡിയം ഈസ് പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ്. പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തോടെ ഇരിക്കുക. അതായത് അധികം ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ട് ആവുമൊന്നും വേണ്ട, നിങ്ങൾ കാമായിട്ടിരിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ്. OETയിലോട്ട് വരാൻ നേരത്ത് വളരെയധികം സാഹചര്യത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമുക്കറിയാം, പല ന്യൂസും നമ്മൾ പേഷ്യൻറ്റിനോട് പറയാൻ നേരത്ത് പേഷ്യൻറ്റ് കൺസേൺഡ് ആയിരിക്കുന്നതും നെർവസ് ആയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്കിത് എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഇഡിയമാണ്. ഇനി കുറച്ചൊരു എക്സാമ്പിൾസ് നോക്കാം. ഒരു പേഷ്യൻ്റ് ടെസ്റ്റ് റിസൾട്ട്സ് സംബന്ധിച്ച് വറീഡാണ്, ടെസ്റ്റ് റിസൾട്ട്സ് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പേഷ്യൻറ്റിൻ്റെ കൺസേൺ അല്ലെങ്കിൽ വറി എങ്ങനെ നമുക്ക് ഈ ഒരു ഇഡിയം ഉപയോഗിച്ച് നമുക്ക് പേഷ്യൻറ്റിനെ കാം ഡൗൺ ചെയ്യാം. മിസ്റ്റർ അലക്സ്, ഐ നോ ദാറ്റ് യു ആർ പ്രിറ്റി ഓവർവെൽംഡ് അബൌട്ട് യുവർ ടെസ്റ്റ് റിസൾട്ട്സ്, ബട്ട് ലെറ്റ് മീ പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ്. യുവർ ഇനീഷ്യൽ ടെസ്റ്റ് റിസൾട്ട്സ് ഷോസ് ദാറ്റ് യുവർ കണ്ടീഷൻ ഈസ് ക്വൈറ്റ് മാനേജബിൾ, സോ യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി വേറൊരു സാഹചര്യം നോക്കാം. ഒരു പേഷ്യൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ പേഷ്യൻ്റ് ഇനി ഒരുപാട് ഡയറ്ററി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ കടന്നു പോകണമല്ലോ. അപ്പോൾ അതോർത്ത് ഈ ഒരു പേഷ്യൻറ്റ് കൺസേൺഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? മിസ്റ്റർ മാർട്ടിൻ, ഐ നോ ദാറ്റ് ഇറ്റ്സ് റിയലി ഓവർവെൽമിംഗ് ടു ഹിയർ ഓൾ ദീസ് ഗൈഡ് ലൈൻസ് ആൻഡ് ഡയറ്ററി റിലേറ്റഡ് അഡ്വൈസ്, ബട്ട് ലെറ്റ് മീ പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ്. Together we can create a plan so that it won't be very hectic or overwhelming for you, so that you can easily manage your diabetes without taking too much strain or pressure. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് വേറൊരു സാഹചര്യം നോക്കാം. ഇവിടെ പേഷ്യൻ്റ് ഒരു പ്രൊസീജിയറിന് മുന്നേ പേഷ്യൻ്റ് വറീഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ടു പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ്, ലെറ്റ് മീ ടെൽ യു ദാറ്റ് ദ സർജറി ദാറ്റ് യു ആർ അബൌട്ട് ടു അണ്ടർഗോ ഇസ് എ പ്രിറ്റി സിമ്പിൾ വൺ ആൻഡ് ദ സക്സസ് റേറ്റ് ഈസ് റിയലി ഹൈ, സോ ദർ ഈസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഇഡിയത്തിലോട്ട് പോകാം. അവർ തേർഡ് ഇഡിയം ഈസ് ബീങ് ഇൻ യുവർ ഷൂസ്. ബീങ് ഇൻ യുവർ ഷൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതായത് താങ്കളുടെ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ എന്നുള്ള അർത്ഥം വരുന്ന ഒരു ഇഡിയമാണിത്. അപ്പോൾ ഇത് OETയിൽ എവിടെ യൂസ് ചെയ്യാം? ഇത് പല സാഹചര്യത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പേഷ്യനെ കാം ഡൗൺ ചെയ്യാൻ, എസ്പെഷ്യലി എമ്പതി എക്സ്പ്രസ് ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. പലപ്പോഴും പേഷ്യൻ്റ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെയധികം വറീഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു മദർ ആൻഡ് ചൈൽഡ് കേസ് അല്ലെങ്കിൽ പേരൻ്റ് ആൻഡ് ചൈൽഡ് കേസിൽ നമ്മൾ കുട്ടിയുടെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എമ്പതി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇഡിയം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഏതൊക്കെ സാഹചര്യത്തിൽ യൂസ് ചെയ്യാമെന്ന് എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സിനോറിയോ, ഒരു പേഷ്യൻറ്റിന് നമ്മൾ സർജറിക്ക് മുന്നേ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, Mr. Martin, I can understand that you are going through a really challenging situation. If I were in your shoes, I would have felt the same. But let me tell you that the surgery is quite simple. It will be performed by really good doctors. So, please be calm. ഈ രീതിയിൽ നമുക്ക് പറഞ്ഞ് പേഷ്യനെ കാം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എമ്പതി എക്സ്പ്രസ് ചെയ്യാം. ഈ രണ്ടാമത്തെ ഒരു സിനോറിയോ, പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമുക്കിത് പറയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, Mr. Adam, you may be aware that you got diagnosed with hypertension, and it is really important that you make certain dietary changes, and that can be really overwhelming. If I were in your shoes, I would have be really worried about the new dietary regulations, but don't worry, we will work out a plan together. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി മൂന്നാമത്തെ സിനറിയോ,
ഒരു പേഷ്യൻ്റ് ഒരു ക്രോണിക് ഇൽനെസ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചും നമുക്ക് പറയാം. Miss Elisa, I know that what you're going through is really overwhelming and challenging. Living with a chronic condition can be really overwhelming. So, being in your shoes, I would want a clear guideline related to my condition and how I should manage it. So, let me take this moment to explain you the kind of things that you can do to improve your condition. ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇനി ഒരു സിനറിയും കൂടെ നമുക്ക് നോക്കാം. ഒരു പേഷ്യൻ്റെ വറീഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മദർ ആൻഡ് ചൈൽഡ് കേസിനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഓർത്ത് അമ്മ വറീഡ് ആകുമ്പോൾ നമുക്കിങ്ങനെ പറയാം. Miss Annie, if I were in your shoes, I would be really terrified about my daughter's condition. Your child just had an asthma attack and it is quite manageable. Doctor is taking assessment of your child and we will figure out the exact cause for the condition and we will come up with a treatment plan. So, please be calm. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ഇഡിയത്തിലോട്ട്. Our fifth idiom is under the weather. അണ്ടർ ദ വെതർ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കോമൺ ആയിട്ട് കേൾക്കാറുള്ളതാണ്. ഒരു പക്ഷേ ഇംഗ്ലീഷ് സീരീസിലായിരിക്കാം, സിനിമകളിലായിരിക്കാം. അതിൻ്റെ അർത്ഥം നമുക്ക് സുഖമില്ലാതിരിക്കാം, മേ ബി അത് പനിയായിരിക്കാം, കോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറൽ സിക്നസ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കാരണം നമ്മൾ വയ്യാതായിരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് അണ്ടർ ദ വെതർ. ഓക്കെ, ഈ ഒ ഇ ടിയിലും ഈ പറഞ്ഞ പോലെ പേഷ്യൻസിൻ്റെ ഇടയിൽ ഡീൽ ചെയ്യാൻ നേരത്ത് നമുക്കിത് അങ്ങോട്ട് പറയാവുന്നതാണ്. അതായത് പേഷ്യൻസ് ചിലപ്പോൾ പനിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ പറയുമായിരിക്കാം. അപ്പോൾ ഇൻഫർമേഷൻ കളക്ഷൻ്റെ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, you have mentioned that you have been feeling under the weather lately. In order to get a better understanding, shall I ask you some questions related to it? ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി വേറെ സിനറിയോ നോക്കാം. ഇപ്പോൾ പേഷ്യൻ്റ് നമ്മളൊരു സൊല്യൂഷൻ ഓഫർ ചെയ്യുകയാണ്. അപ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. Elisa, I know that you have been feeling under the weather for quite some day. Our test results indicate that it's a minor infection and it can be easily settled with few courses of antibiotics. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. മറ്റൊരു സിനറിയോ ഈ പറയുന്ന പോലെ എന്താണ്, ഈ വാക്സിനേഷനൊക്കെ കഴിഞ്ഞേച്ച് ഫോർ എക്സാമ്പിൾ മദർ ആൻഡ് ചൈൽഡ് അല്ലെങ്കിൽ ഫാദർ ആൻഡ് സൺ കേസാണ്. അപ്പോൾ കുട്ടിക്ക് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ചെറിയൊരു പനി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അപ്പോഴും യൂസ് ചെയ്യാം. മിസ്റ്റർ മാർട്ടിൻ, ആഫ്റ്റർ ദ വാക്സിനേഷൻ ദർ ഇസ് എ ചാൻസ് ദാറ്റ് യുവർ സൺ might feel under the weather for some days, but you don't worry about that if it happens because it's quite common. It will settle within few days. I hope this video will be helpful for you. So ഇങ്ങനത്തെ ഇഡിയം നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ അനായാസമായിട്ട് നിങ്ങൾ സ്പീക്കിങ്ങിൽ ഇൻകൾക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന സിനോറിയസ് ആണ് കൺസേൺഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ആങ്ഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ്, അതുപോലെ എമ്പതിയൊക്കെ നമ്മൾ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഐ ആം സോ സോറി ടു ഹിയർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അതിന് പകരം ഇനി മുതൽ ഈ ഈസി ആയിട്ടുള്ള ഇഡിയംസ് വളരെ എളുപ്പത്തിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് പഠിച്ച് അതിൽ പെർഫെക്ഷനിലോട്ട് എത്താവുന്നതേ ഉള്ളൂ. സോ ട്രൈ ടു മേക്ക് യൂസ് ഓഫ് ദിസ് വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.